ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി വിക്കറ്റ് ഗെയിം എന്ന് പറഞ്ഞ ഒരു ഓൺ ഗോയിങ് ആയിട്ടുള്ളൊരു പുതിയ സീരീസാണ്. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ്ഡായിട്ടേ ഉള്ളൂ. റീസെൻ്റ്ലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാഴ്ച പോലും ആയിട്ടില്ല. അത്രയും പുതിയതായിട്ട് വന്നൊരു സീരീസാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ മുതലേ ചെയ്യണം, കാണണം, ഇത് ഹിറ്റാവും എന്നെനിക്ക് തോന്നിയൊരു സംഭവമാണിത്. പിന്നെ ഓൺ ഗോയിങ് സീരീസ് ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ആകെ ഒരൊറ്റ എപ്പിസോഡ് റിലീസ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റിലീസ് ആവുന്നതനുസരിച്ച് എനിക്ക് ഇടാനും പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എന്തായാലും നേരെ അങ്ങ് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്നതാണ് കാണിക്കുന്നത്. മേഴ്സി ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇതൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവരുടെ ഫൗണ്ടേഷനിൽ ഒരു പുതിയ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് വരുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ്. അപ്പോൾ ആ ഒരു വന്ന് നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോജക്റ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെ അടുത്തേക്കും ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ്, അതും എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ച അയാൾ, അദ്ദേഹത്തിൻ്റെ പേര് തനറ്റ് എന്നാണ്. തനറ്റിപ്പോൾ അവിടെ തന്നെയുള്ള മറ്റു കുറച്ച് ആൾക്കാരോട് സംസാരിക്കുമ്പോഴത്തേക്കും തനറ്റിൻ്റെ അടുത്ത് തന്നെ അയാളുടെ മകനായിട്ടുള്ള ജെറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മിക്കവാറും നിങ്ങൾ റിട്ടയർ ആയി കഴിയുമ്പോഴത്തേക്കും മകനായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നതെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവുമെന്ന് അറിയത്തില്ല അങ്കിൾ എന്നൊക്കെ ജെറ്റും അയാളടുത്തൊക്കെ പറയുന്നുണ്ട്. അതേ ടൈമിന് അവർ നിൽക്കുന്നതിന് കുറച്ച് മാറിയിട്ട് റിസ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ഈ പെൺകുട്ടി തനറ്റിൻ്റെ ഏറ്റവും ഇളയ മകളാണ്. ഈ ഒരു സംസാരമെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ കൂടെ നിൽക്കുന്ന പാൻ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഐഡിയ എന്നെ കൊടുത്തത് നീയാണ്, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ജെറ്റും ഒക്കെയാണല്ലോ തട്ടിയെടുക്കുന്നത്, നീ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, നീയും അവരുടെ കൂടെ പോകാനായി പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ആയതിൻ്റെ സക്സസ് ആയിട്ട് എല്ലാവരും അകത്തൊരു റൂമിൽ വൈനൊക്കെ കുടിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. റിസയും ഒക്കെ തന്നെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചിയേഴ്സ് പറയാനായിട്ട് ഇവരുടെ വൈൻ ഗ്ലാസ് ഇങ്ങനെ എടുക്കുന്ന ടൈമിലാണ് അങ്ങോട്ടേക്ക് മറ്റൊരു പയ്യൻ കയറി വരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഒരു ഹീറോ ആയിട്ടുള്ള പീമാണ്. പീം വന്നുകൊണ്ടേ തന്നെ ഞാൻ എത്തി, നിങ്ങളെന്താ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്, ഒന്ന് കൈയടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉഷാറായിട്ട് അവൻ കയറി പോകുന്നുണ്ട്. ഇത് മറ്റാരുമല്ല, ഈ ഒരു തനറ്റിൻ്റെ അടുത്തൊരു മകനാണ്. പീം ജെറ്റിൻ്റെ അനിയനാണെങ്കിൽ പോലും പീം വന്നതിൽ ജെറ്റിന് തീരെ സന്തോഷമില്ല, ഭയങ്കര ദേഷ്യത്തിനാണുള്ളത്. എന്നാൽ അച്ഛനാണെങ്കിൽ ആ പീം നീ വാ എന്ന് പറഞ്ഞിട്ട് അവനും ഒരു ഗ്ലാസ് വൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ഇളയ മകൻ പീമാണെന്ന് പറഞ്ഞിട്ട് അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സമയം പീമിനെ നോക്കിയിട്ട് ജെറ്റ് എനിക്ക് എന്നോട് സംസാരിക്കാനുണ്ട് എന്നൊരു രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു മുറിയിലേക്ക് മാറി എന്ന് സംസാരിക്കുമ്പോൾ പീമിൻ്റെ അടുത്ത് ജെറ്റ് ചോദിക്കുന്നുണ്ട്, നീ അങ്ങ് സിംഗപ്പൂരിൽ നിന്ന് എന്തിനാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്, നീ അവിടെ സെറ്റിൽ ആയതല്ലേ, നിനക്ക് അവിടെ തന്നെ നിന്നാൽ പോരെ, എന്തിനാ സ്വത്തുക്കളെല്ലാം നീ സ്വന്തമാക്കാനായിട്ടാണോ വന്ന് കയറിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ വിളിച്ചു വരുത്തത് ഞാൻ തന്നെയാണ്, നമ്മുടെ ഈ ഒരു പുതിയ ലോഞ്ചിൽ അവൻ ഡയറക്ടർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. റിസയും അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജെറ്റിൻ്റെ ദേഷ്യം കണ്ടിട്ട് റിസ അവനോട് നീ എന്തിനിങ്ങനെ ദേഷ്യം കാണിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ജെറ്റാണെങ്കിൽ നീ തന്നെ കണ്ടില്ലേ, നിന്നെക്കാളും വലിയ പൊസിഷനാണ് ഇപ്പം കയറി വന്ന പീമിന് കിട്ടിയിരിക്കുന്നത്, നീയും വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. പിന്നീട് പീം വീട്ടിൽ ചെന്നിട്ട് കുളിക്കാനായിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ അവനിങ്ങനെ ആലോചിക്കുകയാണ്. അവൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മേനെയും അവനെയും റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയം ഒരു കാർ ഇടിക്കാനായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റുന്നുണ്ട്. എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് ആ ഒരു വണ്ടിയിൽ ഇടി കൊള്ളുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മ മരിച്ചു പോകുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ മറ്റാരുമല്ല, ജെറ്റിൻ്റെ അമ്മയാണ്. അതായത് പീമും ജെറ്റും സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പീമിൻ്റെ അമ്മേനെ മനഃപൂർവ്വം തന്നെയാണ് ജെറ്റിൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ കാർ ഇടിച്ചത്. എന്നിട്ട് അവർ മരിച്ചവിടെ കിടക്കുമ്പോഴത്തേക്കും അവരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് ഇവർ പറയുന്നുണ്ട്, എൻ്റെ മകൻ അവകാശപ്പെട്ടതൊന്നും നേടിയെടുക്കാനായിട്ട് ഇടയിൽ കയറി വരുന്ന ആരെയും ഞാൻ വെറുതെ വിടത്തില്ലാന്ന്. ഇതും പറഞ്ഞ് അവരൊരു കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതേസമയം പീം ആ ഒരു റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വീണ് കിടക്കുന്നുണ്ട്. അവൻ അമ്മ നല്ലറി വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ അവൻ അപകടം പറ്റാതിരിക്കാനായിട്ട് അങ്ങോട്ട് റോഡിൻ്റെ സൈഡിലേക്ക് തള്ളി മാറ്റുന്ന സമയത്ത് അവൻ ചെന്ന് ഇടിക്കുകയും അവൻ്റെ കുറുക്ക് ഭയങ്കരമായിട്ട് മുറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നീട് അവൻ തനിച്ചായി പോയ സമയത്ത് ജെറ്റിൻ്റെ അമ്മയുടെ അടുത്ത് എന്നൊന്നും ചെയ്യരുത്, വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു സ്ത്രീ ഭയങ്കര ക്രൂരായിരുന്നു. പീം ആ സമയത്ത് ഒരു കുഞ്ഞു കുട്ടിയാണെന്ന് പോലും ആലോചിക്കാതെ അവനെ സ്റ്റെയറിൽ നിന്ന് വരെ തള്ളിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പീമിന് ആ ഒരു അപകടത്തിലുണ്ടായ ആ ഒരു കുറുക്കിലുണ്ടായ ഒരു മുറിവ് അവിടെ തന്നെ അവനൊരു ടാറ്റു പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുളിച്ചിട്ട് അവനാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ജെറ്റിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഷൂട്ടിംഗ് പ്രാക്ടീസിന് പോയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻ്റ് ആയിട്ടൊരു പയ്യൻ അവൻ കണ്ടുപിടിച്ച കുറച്ച് ഇൻഫർമേഷൻസ് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പീമിന് സിംഗപ്പൂരിൽ തന്നെ നല്ല വിലപിടിപ്പുള്ള കുറച്ച് ഫ്ലാറ്റും സംഭവങ്ങളും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ സമയം ജെറ്റ് ആ ഒരു പയ്യനോട് നീ എന്തിനാണ് പീം ഇപ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നതെന്ന് കണ്ടുപിടിക്കണം, അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയണം എന്ന് പറയുന്നുണ്ട്. ഇത് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പീം അവൻ്റെ കാറും എടുത്ത് എങ്ങോട്ടോ പോകുന്നതാണ്. ആ സമയം ഒരു ബൈക്ക്
ബൈക്കുകാരൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഭീമും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കാറ് ഭയങ്കര സ്പീഡിന് അങ്ങ് ഓട്ടിച്ചു പോവാണ്. ആ ഒരു ബൈക്കുകാരൻ കാണാതെ പെട്ടെന്ന് അവൻ മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് അങ്ങോട്ടേക്ക് ഒരു ബൈക്ക് വരുന്നതും ആ ഒരു ബൈക്ക് ഇവൻ്റെ കാറിലേക്ക് ചെന്ന് ഇടിക്കുകയും ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ബൈക്കുകാരൻ എന്തെങ്കിലും പറ്റുമെന്ന് പോയി നോക്കുന്നുണ്ട്. അതേസമയം അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അവനെ ഫോളോ ചെയ്തു വന്ന ബൈക്ക് അവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും അവനങ്ങനെ നേരെ ആ ഒരു ബൈക്കുകാരൻ്റെ അടുത്ത് താങ്കൾ ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും അയാളുടെ ഹെൽമെറ്റ് മാറ്റുന്നുണ്ട്. പയ്യനാണ് സീരീസിലെ അടുത്ത ഹീറോ. അവൻ്റെ പേര് ടാൻ എന്നാണ്. ടാനാണെങ്കിൽ തനിക്കെന്താ കണ്ണ് കണ്ടൂടെ, നോക്കി ഓട്ടിക്കാൻ അറിയത്തില്ലേ, റോഡിലുള്ള മറ്റുള്ള കുറിച്ച് ചിന്തിച്ചൂടെ, തനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കൂളാവാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം താൻ ഞാൻ എങ്ങനെ കൂളാവാനാ, എനിക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അയാളെ കൊന്ന പേരിൽ താൻ ഈ നേരം കൊണ്ട് ജയിലിലായേനെ. എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ എൻ്റെ ഹെൽമെറ്റ് വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ ബൈക്കിൻ്റെ കാര്യം നോക്ക്, ഞാനിതിപ്പോൾ വാങ്ങിച്ച പുതിയ ബൈക്കാണ്. അപ്പം തന്നെ ഫസ്റ്റ് ഒന്ന് അതിനെ നശിപ്പിച്ച താനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ ഓഹോ അപ്പോൾ താൻ മനഃപൂർവ്വം പൈസ വല്ലതും കിട്ടാനായിട്ട് തൻ്റെ ബൈക്കും കൊണ്ട് എൻ്റെ വണ്ടിക്ക് നേരെ ചാടിയതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം, താനാണെങ്കിൽ ഇനി പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പോലീസിനെ കോൾ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ആ സമയം അയ്യോ അതൊന്നും വേണ്ട, തനിക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരാം, പോലീസുകാർ വന്നാൽ അവർക്കും കൂടെ ഞാൻ പൈസ കൊടുത്ത് ഇനി ഒതുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം താനാണെങ്കിൽ നീയാണെങ്കിൽ എന്നെ പൈസ ഒന്ന് ഒതുക്കാൻ നോക്കുന്നു, അതേപോലെ തന്നെ പോലീസുകാരെ പറ്റി മോശം പറയാൻ നോക്കുന്നു, ഇതെന്തായാലും ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമാൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു പോകാൻ നിൽക്കുമ്പോൾ താൻ അവിടെ വിടുന്നില്ല. ഭീമുണ്ടെ തന്നെ ടാനിനെ പിടിച്ച് എന്നെ ആരും തൊടുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കമത്തി അടിക്കാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ താനും ഫൈറ്റ് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഭീമിനെ പിടിച്ച് വെക്കുന്നുണ്ട്. ഭീം ആ സമയം ഞാൻ എൻ്റെ കാറിൽ നിന്ന് എൻ്റെ ഫോൺ എടുത്തിട്ട് ഇൻഷുറൻസ് കമ്പനീനെ വിളിക്കാനാണ് പോകുന്നത്, അല്ലാതെ വേറൊന്നിനും അല്ലാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടാൻ അവനെ വിടുന്നുണ്ട്. ഭീം അവൻ്റെ കാറിലേക്ക് ചെന്നിരിക്കുന്നതും ഇൻഷുറൻസ് കമ്പനീനെ വിളിക്കാനൊന്നുമല്ല, അവനവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് തന്നെ പോവുകയാണ്. പോകുന്ന സമയത്ത് അവൻ്റെ ഒരു കാർഡും കൂടെ ഇവനെടുത്ത് എറിഞ്ഞു കൊടുത്തിട്ടാണ് അങ്ങ് പോകുന്നത്. ഇന്ന് ഭീം പോയപ്പോൾ അവൻ്റെ വണ്ടി നമ്പറും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവൻ കൊടുത്ത ഒരു കാർഡും ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ഭീം നേരെ പോയത് അവൻ്റെ അമ്മയുടെ കല്ലറയിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഒരു പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിതായ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നിതായ അവൻ്റെ അമ്മയുടെ ചേച്ചിയാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും നിതായ വന്നിട്ട് ഇപ്പം തിരിച്ച് വീണ്ടും ആ ഒരു ഫാമിലിയിലേക്ക് പോയിട്ട് അവരെല്ലാവരെയും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ആ മുമ്പത്തെ പോലെ തന്നെ ഇത്രയും മോശക്കാരായി ഇവർ ഒരു ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോവുകയാണെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് തോന്നിപ്പോകുന്നു എന്ന് ഭീം പറയുന്നുണ്ട്. നിതായ ആ സമയം നീ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം അതാണെങ്കിൽ വേണോ വേണ്ടേന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഒരു പക്ഷേ നീ അങ്ങനെ ചെയ്യുന്നതിന് നിൻ്റെ അമ്മ തീരെ ഹാപ്പി ആയിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ അമ്മ ഹാപ്പി ആകാൻ പോകുന്നത്. ഇത്തവണ ഞാൻ എല്ലാം ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ആ ഒരു സ്വത്തുക്കൾ അച്ഛൻ്റെ എല്ലാ സ്വത്തും ജെറ്റിൻ്റെ കയ്യിൽ പോവാതെ ഞാൻ തന്നെ നേടിയെടുക്കും. എൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമായ അവരുടെ എല്ലാവരുടെയും സ്വത്തുക്കളും ഇനി എൻ്റെ കയ്യിലാണ് ഇരിക്കാൻ പോകുന്നത് എന്നവൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം പ്ലാനറ്റ് ഭീമിനെയും ജെറ്റിനെയും പിന്നെ റിസേനെയൊക്കെ കൂടെ ഒരു പ്ലോട്ട് കാണിക്കാനായിട്ട് വിളിച്ചേക്കുന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അത് ഒരു വെൽനസ് സെൻ്ററാക്കി മാറ്റാനായിട്ട് പോവാണ്. ഈ ഒരു പ്രോജക്റ്റ് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങളിൽ ഒരാൾ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ റിസേന അതിൽ കൂട്ടുന്നില്ല. ഒന്നെങ്കിൽ ഭീം അല്ലെങ്കിൽ ജെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജെറ്റ് താനത് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഒരു വോളണ്ടിയറിനെ അല്ല പറഞ്ഞത്, ഞാൻ തന്നെ തീരുമാനിക്കും ആരെ വേണമെന്ന്. പക്ഷേ ആ ഒരാളാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണം. ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി പുതിയ ന്യൂസൊന്നും കൊണ്ട് വന്നേക്കരുത്, കാരണം ഈ ഒരു പ്രോജക്റ്റ് സക്സസ് ആയിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ റിസയോടും പറയുന്നുണ്ട് നീയാണെങ്കിൽ വേറെ വർക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇവർ രണ്ടുപേരും നേരെ ഈ പ്രോജക്റ്റ് നോക്കുന്നുണ്ടോയെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന്. തിരിച്ച് റിസ അവളുടെ ഓഫീസ് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട് അല്ലെങ്കിലും അച്ഛൻ ഒരിക്കൽ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എനിക്ക് അച്ഛൻ്റെ സ്വത്തുകൾ കിട്ടാനായിട്ട് സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ കൂടെ എപ്പോഴും നടക്കുന്നൊരു പെൺകുട്ടി പാനും പറയുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ. അടുത്ത് കാണിക്കുന്നത് ഭീം അവൻ്റെ ഓഫീസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ജെറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എവിടെ നിന്നാണോ വന്നേക്കുന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു പോക്കോ, ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല, മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകാനായി പറയുന്നുണ്ട്. ഭീം അപ്പോൾ അയ്യോ അങ്ങനെ പോയി എങ്ങനെ ശരിയാകും, ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിൽ വരാനുള്ളതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ജെറ്റാണെങ്കിൽ ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്, മുമ്പ് നിന്നെയും നിൻ്റെ അമ്മേനെയും എങ്ങനെയാണോ നശിപ്പിച്ചത് അതുപോലെ അങ്ങനെ നശിപ്പിച്ച് കളയും, അതിന് മുന്നേ പോകുന്നതാണ് നിനക്ക് നല്ലത്, എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഭീം അതുപോലെ തന്നെ എനിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെറ്റ് അടി ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ജെറ്റിൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ ജെറ്റിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭീം കൊടുത്ത ഒരു കാർഡ് വെച്ചിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഭീമിനെ കാണാനായിട്ട് തണ്ണും പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നതാണ്. തണ്ണ് അവൻ്റെ ഒരു ബൈക്ക് ഇടിച്ചതിൻ്റെ ക്യാഷ് ചോദിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു കാർഡ് റിസപ്ഷനിൽ കാണിച്ചിട്ട് ഈ പയ്യനെ ഒന്ന് മീറ്റ് ചെയ്യണം താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഓ ഡയറക്ടറാണെങ്കിൽ നിങ്ങൾക്ക് തരാനായിട്ടൊരു സംഭവം ഏൽപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. തണ്ണത് വാങ്ങി നോക്കുമ്പോഴത്തേക്കും ക്യാഷ് ചെക്കായിരുന്നു. അവനാണെങ്കിൽ ഈ പൈസ ചോദിച്ച് വരുമെന്ന് നേരത്തെ ഭീമിന് അറിയായിരുന്നു. എന്തായാലും പിന്നീട് ഭീമിനായിട്ട് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തണ്ണ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, ഭീമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഭീം കാർ
കാറിൽ കയറാൻ പോകുന്ന സമയത്ത് തന്നാണെങ്കിൽ അവനെ വിളിക്കുന്നുണ്ട്. ഭീമപ്പോൾ ഓ ഹായ്, നീയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി വന്നതാണോ? ഞാനത് റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചോളാൻ പറയുന്നുണ്ട്. ആ സമയം അതിനെനിക്ക് കിട്ടി, പക്ഷേ എനിക്ക് ഇത്രയും പൈസയുടെ ആവശ്യമൊന്നുമില്ല, ആകെ കുറച്ച് പൈസ ചിലവായിട്ടുള്ളൂ, എനിക്ക് അത്രയും മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമ കുഴപ്പമില്ല, നീ അത്രയും വെച്ചോളാൻ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ആ ഒരു ചെക്ക് തിരിച്ചു പിടിപ്പിച്ചിട്ട് എത്ര പൈസയാണോ കറക്റ്റ് വേണ്ടത് അത് തന്നെ കറക്റ്റ് വാങ്ങുന്നുണ്ട്. രണ്ടുപേരുടെ സ്വഭാവം അങ്ങോട്ട് തീരെ ഒത്തുപോകാത്തതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ചെറിയൊരു ക്ലാഷ് പോലെ ഒരു സംസാരവും നടക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് തന്നെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഗാനമേളയൊക്കെ കാണിച്ചുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരാളുടെ പേര് ബോസ് എന്നാണ്. ബോസ് ആണെങ്കിൽ അവിടെ ഗിറ്റാർ വായിച്ചിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ആളുടെ പേര് പാൻ എന്നാണ്. പാൻ അവിടെ ഫുഡ് റെഡിയാക്കുന്നുണ്ട്. ഫുഡ് റെഡിയായി കഴിയുമ്പോൾ നമുക്കിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചിരിക്കുന്നുണ്ട്. താനാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, റെസ്റ്റോറൻറ്റ് എന്തോ ആണ്, അവിടെ കുക്ക് ചെയ്യാനായിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പാനിനോട് പറയുന്നുണ്ട്. പാനപ്പോൾ ഞാനാണെങ്കിൽ അതിന് ഷെഫൊന്നുമല്ല, ഒരു പോലീസ് ഡിറ്റക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അതേസമയം തണ്ണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പീമ് നിനക്ക് കുറേ പൈസ തന്നേലേ ചെക്കിൽ എഴുതി, നീ ആ ചെക്ക് തിരിച്ചു കൊടുക്കണ്ടായിരുന്നു, മര്യാദയ്ക്ക് അത് വാങ്ങിച്ചിട്ട് കട ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി അത് ഉപയോഗിച്ചു വിട്ടായിരുന്നു എന്ന്. പാനും ബോസും പോലീസ് ഓഫീസേഴ്സാണ്. തണ്ണും ഒരു പോലീസ് ആയിരുന്നു, പക്ഷേ ഇപ്പം അല്ല. അതുകൊണ്ട് തന്നെ പാനാണെങ്കിൽ കഴിക്കുന്നതിനിടയിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, നീ സ്റ്റേഷൻ വിട്ട് പോയതിനു ശേഷം സ്റ്റേഷൻ വല്ലാണ്ടായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷം പിന്നീട് ഫ്രണ്ട്സ് എല്ലാം ഫുഡ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇവൻ പാത്രമെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് മേളെ റൂമിലേക്ക് പോയിട്ട് അവൻ പോലീസ് ആയിരുന്ന സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസ് അവിടെ ഇരിക്കുന്ന നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസായിരുന്ന ടൈമിന് തന്നെ എങ്ങനെയോ ഉണ്ടായൊരു ക്യാഷാണ്, അതെന്താണ് അതിൻ്റെ സോഴ്സ് ഒന്നും അറിയത്തില്ല. ഒരു ബാഗ് നിറയെ ക്യാഷ് അവൻ്റെ സീറ്റിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഓഫീസിലേക്ക് ചെന്ന് അതെടുത്ത് മാറ്റുന്ന ടൈമിന് മറ്റു കുറേ പോലീസ് ഓഫീസേഴ്സ് അവൻ്റെ ചീഫായിട്ടുള്ളവരും ഒക്കെ വന്നിട്ട് നീ ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവനപ്പോൾ ഇതെൻ്റെ ക്യാഷല്ല, ഞാനല്ല കൊണ്ടുവച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതാണെങ്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളാം, പക്ഷേ നീയാണെങ്കിൽ റിസൈൻ ചെയ്യേണ്ടി വരുമെന്ന് ചീഫ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ്റെ ബാഡ്ജ് അഴിച്ചു വെച്ച് അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിൽ അവനിതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഭീമിനെ കാണിക്കുമ്പോൾ അവൻ രാവിലെ തന്നെ റെഡിയായി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവൻ്റെ അച്ഛനുമായിട്ട് അവൻ സംസാരിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ കുറേ മരുന്നുകളുടെയും സംഭവത്തിൻ്റെയൊക്കെ എക്സ്പെൻസിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഇങ്ങനെ അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ നീയാണെങ്കിൽ ഓരോ സംഭവങ്ങളും കാണിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ ആ ഒരു സ്ഥാനം നേടിയെടുക്കാനാണ് വിചാരിക്കുന്നത്, നിനക്ക് ഞാൻ കഴിയുമ്പോൾ എൻ്റെ ഈ സ്ഥാനം നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഭീമപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ ജെറ്റിന് നിന്നെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്, ഇനിയിപ്പോൾ നിനക്ക് ഈ സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ നീയാണെങ്കിൽ ഇതിന് പറ്റിയ ആളാണെന്ന് സ്വയം പ്രൂവ് ചെയ്ത് കാണിക്കാനേ പറയുന്നുണ്ട്. അതിനുശേഷം ഭീമ് അവൻ്റെ ഓഫീസിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും അവിടെ ടേബിളിൽ ആരോ കുറേ ഫയലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതവനിങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് എന്തോ ഒരു സംഭവം ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഒരാളെ കോൾ ചെയ്തിട്ട് എൻ്റെ ഓഫീസിലേക്ക് ഞാൻ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും ഇവിടെ കയറിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിനെ പെൺകുട്ടി ഇല്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് അവൻ നേരെ നിതായയുടെ അടുത്തേക്ക് പോവുകയാണ്. നിതായ അതെല്ലാം നോക്കിയിട്ട് അവൻ്റെ അടുത്ത് നിനക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ ഇതിലെന്തോ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമില്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഉണ്ടെന്ന് തന്നെ നിതായ പറയുന്നുണ്ട്. കാരണം ആ ഒരു ഡോക്യുമെൻറ്റിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്ന് അതൊരൊറ്റ സിംഗിൾ ആയിട്ടുള്ളൊരു ഡ്രഗാണ്. ഈ ഡ്രഗ് എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസിന് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിന് അതുണ്ടാകാതിരിക്കാൻ, അത് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് കൊടുക്കുന്നതാണ്. ഇതാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നിതായ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളുടെ അതേപോലെ ഒരു ഡ്രഗ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനാ സമയം ഇത്രയും ഡ്രഗ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ ആരായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അത് ജെറ്റാകാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു സംശയം വരുന്നുണ്ട്. ആരെയായാലും കൊടുക്കാൻ പറ്റിയൊരു അവസരമാണെന്നും നിതായ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഓഫീസിലേക്ക് ചെന്നിട്ട് ഭീമാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ചീഫായിട്ടുള്ള ഫാർമസിസ്റ്റിനെ വിളിച്ചിട്ട് ഈ ഒരു മെഡിസിൻസ് എങ്ങനെയാണ് ഇത്രയും വന്നത്, ഇതങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒന്നും പോകത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാളപ്പോൾ എന്തൊക്കെയോ കിടന്ന് മറച്ചു വെക്കുന്ന പോലെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ മെഡിസിൻ ഡാമേജ് ആയതായിരിക്കും, അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞതായിരിക്കും, ഇല്ലെങ്കിൽ എല്ലാത്തിനും പ്രൂഫ് ഉണ്ടാകുന്നതാണെന്നൊക്കെ. ആ സമയം അവൻ ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയാമല്ലോ, ഇനി എപ്പോഴും എന്ത് പ്രിസ്ക്രിപ്ഷൻ ആയാലും കറക്റ്റ് ഡേറ്റാസ് കളക്ട് ചെയ്ത് വെച്ച് വേണം പോകാനെന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞു വിടുന്നുണ്ട്. ആ ടൈമിന് നിതായാണെങ്കിൽ അവനെ കോൾ ചെയ്യുന്നുണ്ട്. പിന്നീട് നിതായനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവൾ കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ അവന് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് പറയുമ്പോൾ ഇതേ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് മേ ബി നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ ഒരു മരുന്ന് കിട്ടി അയാൾ മരിച്ചതെന്ന്. എൻ്റെ അവിടെ തന്നെ നിതായ ഇനിയും നോക്ക് കുറച്ച് ഫോട്ടോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതങ്ങനെ നോക്കുമ്പോഴാണ് ജെറ്റ് അവൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അവിടെ നിൽക്കുന്നതായിട്ട് ഇവൻ കാണുന്നത്. അത് കാണുമ്പോഴത്തേക്കും ജെറ്റാണോ ഇതിൻ്റെ പിന്നിൽ എന്നിങ്ങനെ ഓർത്തിട്ട് ഇവൻ പെട്ടെന്ന് ഷോക്കായി പോകുന്നുണ്ട്. നിതായാണെങ്കിൽ ജെറ്റാണ് ചെയ്തതെന്ന് ഉറപ്പിക്കാനും പറ്റില്ല. നിൻ്റെ സീറ്റിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവച്ചത് ആരാണെന്ന് അറിയില്ല, മേ ബി നിന്നെ വഴിതെറ്റിക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്തതും ആയിരിക്കും, അതുകൊണ്ട് എന്നെ സൂക്ഷിച്ചും കണ്ട് വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമ് എന്തായാലും എനിക്ക് ജെറ്റിനെ തോപ്പിക്കണമെങ്കിൽ ഞാൻ റിസ്ക് എടുത്തല്ലേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആരോ ഒരാൾ റോഡിൻ്റെ നടുക്ക് ബൈക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ
നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ബൈക്ക് കംപ്ലൈൻ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട് അവനും പുറത്തേക്ക് ഇറങ്ങി ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആൾക്കാർ ഇവനെ അടിക്കാനായിട്ട് നിൽക്കുന്നതായിരുന്നു. 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരും ബാറ്റ് പോലത്തെ കുറച്ച് സംഭവമൊക്കെ എടുത്തിട്ട് അടിക്കാനായി നിൽക്കുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായിട്ട് അവൻ ഓടാനേ തുടങ്ങുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ അവൻ കുടുങ്ങി പോകുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നമുക്ക് സംസാരിക്കാമെന്ന്. എന്നാൽ അതിനൊന്നും അവർ തയ്യാറാവുന്നില്ല. അടിക്കാനായി തുടങ്ങുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ അവൻ രക്ഷപ്പെട്ട് ഏതോ ഒരു ഗോഡൗണിലേക്ക് വന്ന് കയറുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് അവരെത്തുന്നുണ്ട്. അവൻ എങ്ങനെയൊക്കെ ഒരിടത്തൊന്ന് മറങ്ങിയിരിക്കുകയാണ്. ആ സമയമായിരുന്നു അവൻ്റെ കാറ് കിടക്കുന്ന അതുവഴിയായിട്ട് തണ്ണ് പാസ് ചെയ്ത് പോകുന്നത്. ആ ഒരു കാറിങ്ങനെ റോഡിൻ്റെ നടുക്കിങ്ങനെ ഓണായി കിടക്കുന്ന കാണുമ്പോഴത്തേക്കും തണ്ണ് അവൻ്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങി ആ ഒരു വണ്ടി ചെന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നേരെ ഈ ഒരു ഗോഡൗണിൻ്റെ അകത്തേക്ക് അവൻ്റെ വണ്ടി കൊണ്ട് വരാണ്. ഭീമനെ കാണുന്നതും എന്ത് വെച്ചതിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഭീമ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായി പറയാണ്. അതേസമയം തന്നെ അവനെ കൊല്ലാൻ നോക്കുന്ന ആ ഒരു ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായി തന്നെ തണ്ണ് അവരുമായിട്ടെല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും അടിച്ചിടുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഒരിടത്ത് മാറി നിൽക്കുന്നുണ്ട്. ആ സമയം തണ്ണ് അവർ നിന്നെ ഞാൻ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും കൊന്നേനെ, പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനായി പറയുന്നുണ്ട്. എന്നാൽ ഭീമ് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് തണ്ണിൻ്റെ അടുത്ത് നീ എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തണ്ണിൻ്റെ ബൈക്കിൽ ഇരുന്ന് പോകുന്നുണ്ട്. അവൻ്റെ ഒരൊറ്റ ഹെൽമെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് തണ്ണ് വയ്ക്കാതെ ഭീമിന് വയ്ക്കാനായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭീമിൻ്റെ വീട്ടിലെത്തി കഴിയുമ്പോൾ തണ്ണും മഴ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. ഭീമ് രണ്ടുപേരും നനഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ തല തുടയ്ക്കാനായിട്ട് ടവലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഭീമ് പോയി കുളിച്ചിട്ട് വരുന്നുണ്ട്. വരുമ്പോഴത്തേക്കും തണ്ണിന് ഭീമിൻ്റെ പേരറിയാമായിരുന്നു. ഭീമിന് പക്ഷേ ഇതിനായിട്ട് തണ്ണിൻ്റെ പേരെന്താണെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി ഒന്ന് പരിചയപ്പെടാം, എന്തായാലും നീ എന്നെ ഹെൽപ്പ് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ആ സമയം നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അറിയില്ല, എൻ്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞയച്ചതായിരിക്കും, എന്തായാലും കൊല്ലാൻ വന്നതാണെന്ന് തോന്നില്ല, എനിക്കൊരു വാണിംഗ് തരാൻ നോക്കിയതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ നീ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനെന്ത് ചെയ്യാൻ എന്നിങ്ങനെ പീം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് ടവലൊക്കെ കൊടുത്തിട്ട് നീയും നനങ്ങിരിക്കില്ലേ, പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിടുന്നുണ്ട്. തന്നെ ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറ്റാനായിട്ട് തുടങ്ങുന്നതും പീം അങ്ങോട്ടേക്ക് വന്നിട്ട് ഡോറിൽ തട്ടുന്നുണ്ട്. തന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പം മാറ്റുന്ന ഡ്രസ്സ് ഇങ്ങനെ തന്നിരിക്കും, ഞാനത് പെട്ടെന്ന് കഴുകിയിട്ട് ഡ്രൈ ചെയ്തെടുക്കാം, അപ്പം നിനക്കത് വീണ്ടും ഇടാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തണ്ണ് അതൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് കുളിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ പീമിനെ കാണുന്നില്ല. അങ്ങനെ ലിവിങ് റൂമിലേക്ക് വന്നിട്ട് പീം എവിടെയാണ് നോക്കുന്നതും പീം അവൻ്റെ പുറകിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് പീമിനെ സഡനായിട്ട് കാണുന്നതും തന്നെ വീഴാനായി പോകുന്നുണ്ട്. പീമും കൂടെ ചെന്ന് വീഴാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡ് റിലീസായി കഴിയുമ്പോഴേ ഇടാൻ പറ്റത്തുള്ളൂ. എല്ലാവരും വെയിറ്റ് ചെയ്യണം. സോ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.